Hi friends, welcome back to my channel. ഞാനിവിടെ ഉണ്ടാക്കുന്നത് അരിവടയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എണ്ണപലഹാരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ഞാൻ ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഞാൻ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളൊക്കെ അരിപ്പൊടി ഇടുമ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂരിക്കൊക്കെ കുഴക്കുന്നില്ലേ, ആ രീതിയിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ അത്ര തിക്നെസ് ആയിട്ട് വേണ്ട, എന്നാലും ഞാനിപ്പോൾ കുഴച്ചെടുക്കുന്നത് കാണുന്നില്ല. ആ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഇത് ഏകദേശം കുഴച്ചിട്ടാവുന്നുണ്ട് കുഴച്ചിട്ടായി എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കുറച്ച് ഓയിൽ ഇട്ടിട്ട് ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കാം. നല്ലൊരു എന്താ പറയാ, നല്ല പ്രസ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ അവിടെ ഇത് എണ്ണ ചൂടാൻ വേണ്ടിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുക്കാം. നന്ന വലിപ്പം ബോൾസ് ഉണ്ടാക്കാൻ പാടില്ല, ചെറിയ ബോൾസ് ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് രണ്ട് കട്ട് ചെയ്ത ശേഷം അതിലേക്ക് രണ്ട് ഭാഗത്ത് ഒരു ഷീറ്റിലേക്കായിട്ട് ഓയിൽ ഇട്ട് കൊടുത്ത് രണ്ട് ഷീറ്റിലേക്കും ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ ബോൾസ് ആക്കി വെച്ച ഇത് മിക്സില്ലേ അത് അവിടെ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മളെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഞാനിപ്പോ ഇഡ്ഡലി പിഞ്ഞാണാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് എണ്ണ നല്ല ചൂടായതിനു ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെ ടേസ്റ്റിയുമാണ്. അപ്പൊ ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണം. നല്ല ചൂട് വേണം. എണ്ണ നമ്മൾ ഇടുന്ന സമയത്ത് നല്ല ചൂട് വേണം. എന്നിട്ട് നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. എല്ലാം ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ വന്നിട്ടാകുമ്പോഴത്തേക്ക് നമുക്കത് എടുത്ത് മാറ്റാം. നല്ല ഇപ്പോൾ ഗോൾഡൻ കളർ നമ്മളെ വട റെഡി ആയിട്ടുണ്ട്. ഇത് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. പിന്നെ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇനി കാണാം. താങ്ക് യു.